മോളിങ് വന്നേ, ഇവിടെ വന്നിരിക്കേ. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞതാ. അപ്പോഴേ ഇവള് പറഞ്ഞു ഇത് വലിയ പ്രശ്നമാവോന്ന്. ഒരു പ്രശ്നവുമില്ല. അച്ഛനും മകനും അവരുടെ ആഗ്രഹം സാധിച്ചു. എന്നെ നാണം കെടുത്താൻ കിട്ടിയൊരവസരം അവർ കൃത്യമായിട്ട് വിനിയോഗിച്ചു. ഒന്നുമില്ലെങ്കിലും ആകാശം അതേ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നേ. അതിന്റെ ഒരു മര്യാദയെങ്കിലും അവൻ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ സഹിക്കായിരുന്നു. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമായത്. പശുക്കളൊക്കെ വിഷം കൊടുത്ത് കൊല്ലാനും വേണ്ടി ക്രൂരയാണോ ആന്റി ഞാൻ? അത്തരത്തിലാണോ ഈ വീട്ടിലുള്ളവരെന്നെ കണ്ടിരിക്കുന്നത്? പശുവിന് വിഷം കൊടുത്ത് കൊന്നതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതൊക്കെ ആ ചാരും അവളുടെ ബാലമാമയും ആകാശം ചേർന്ന് കെട്ടിച്ചമച്ചെടുത്ത കഥകളാ. അല്ലെങ്കിൽ പിന്നെ ചത്തു എന്ന് പറഞ്ഞ പശുക്കൾ എങ്ങനെയാ ജീവൻ വെച്ച് വന്നത്? മനഃപൂർവ്വം ശ്രേയെ അപമാനിക്കാൻ വേണ്ടി ഒരു കഥ ചമഞ്ഞെടുത്തത് അവര്. അക്കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അവരുടെ ഉദ്ദേശം സാധിച്ചല്ലോ. ഇന്നത്തെ ദിവസത്തോടെ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഈ ജോലി ഞാൻ ഉപേക്ഷിക്കാം. നാളെ തന്നെ ഞാൻ രാജിക്കത്ത് കൊടുക്കും. മാഡം, ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. പണ്ട് ഇതുപോലൊരു ആവേശത്തിൽ പാർട്ടിയുടെ വാർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചവനാ ഞാൻ. പിന്നെ ഇന്നോളം ഒരു കമ്മിറ്റിയിൽ പോലും എന്നെ എടുത്തിട്ടില്ല, അതറിയോ? നിന്റെ വാർഡ് പ്രസിഡന്റ് സ്ഥാനം പോലെയാണോ ഇത്? മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ദേവി ഏത് ഇക്കാര്യത്തിൽ ആന്റി എന്നോട് വേറൊന്നും ആവശ്യപ്പെടരുത്. പറ്റാത്തത് കൊണ്ടാ. ദേവി ഏത് ഇക്കാര്യത്തിൽ ആന്റി എന്നോട് വേറൊന്നും ആവശ്യപ്പെടരുത്. പറ്റാത്തത് കൊണ്ടാ. ഇനി ആ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഓഫീസിലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പശുവിന് വിഷം കൊടുത്തവൾ എന്ന പേര് ദോഷം എന്റെ തലയിലായി. ഭർത്താവിന്റെ അച്ഛനും അനുജനും ചേർന്ന് ഓഫീസിൽ വന്ന് തല്ലിയെന്ന സോഷ്യൽ മീഡിയയിൽ വാർത്ത പരക്കുന്നത്. വേണ്ട, നാളെ തന്നെ റിസൈൻ ചെയ്യാം. അതിൽ മാറ്റമില്ല. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നീ ഉയരുമോ എന്നുള്ള ആശങ്ക അവസാന നിമിഷവും പരമേശ്വരനുണ്ടായിരുന്നു. എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞ് ഇവിടേക്കുള്ള വരവിന്റെ ഉദ്ദേശം വ്യക്തമാക്കുമ്പോൾ എന്നിൽ നിനക്കുള്ള വിശ്വാസം നീ വീരഭദ്രന്റെ കൊച്ചുമകനാണെന്നതും ആ ചോര നിന്റെ ഞെരമ്പുകളിൽ ഉണ്ട് എന്നത് മാത്രമായിരുന്നു. പ്രതീക്ഷ തെറ്റിച്ചില്ല. പ്രതീക്ഷയ്ക്കപ്പുറം നീ ഉയർന്നു. അതിന്റെ ബഹളമാ ഇപ്പൊ ആയിരപ്പറയുടെ അകത്തളത്തിൽ അരങ്ങേറുന്നത്. നമ്മളിങ്ങനെ മാറി നിൽക്കുന്നത് ശരിയാണോ അമ്മേ? ഒരു കാഴ്ചക്കാരായി നമ്മളോട് ഉണ്ടാണ്ടേ? വെറും കാഴ്ചക്കാരായാൽ പോരാ, കണ്ടു നിന്ന് തരം പോലെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോ ഒരു ചെറുനാളമായി കത്തി തുടങ്ങിയിരുന്നതിനെ ആളിപ്പടർത്തണം. എങ്കിൽ നമുക്കങ്ങോട്ട് പോയാലോ? വാ. എന്തായാലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് മോളെ. നമുക്ക് ആലോചിക്കാം. എനിക്കിനിയൊന്നും ആലോചിക്കാനില്ല. നാണം കെടേണ്ടതിന്റെ പരമാവധി ഞാൻ നാണം കിട്ടും. ഇനി എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥയെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കാൻ ഞാനില്ല. ശ്രേയ മാഡത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒരു പൊളിറ്റീഷ്യനായി എനിക്ക് മനസ്സിലാവും. പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതിപ്പോ രാഷ്ട്രീയത്തിലായാലും സർക്കാർ ജോലിയിലായാലും രാജിവെച്ച് പോകുന്നത് തന്നെയാണ് അതിന്റെ മാന്യത. നിങ്ങൾ വെറുതെ ശ്രേയെ വാശി കേട്ടല്ലേ? ഞങ്ങൾ ഒരു വിധത്തിൽ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വരിക. ആരും അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. എന്റെ തീരുമാനം ഇനി ഞാൻ മാറ്റില്ല. എന്താ ആന്റി പ്രശ്നം? എന്തുണ്ടായി? ഇതിൽ കൂടുതൽ ഇനിയിപ്പോ എന്തുണ്ടാവാൻ? മോളുടെ അച്ഛന്റെ കൂട്ടുകാരൻ അങ്ങേരുടെ പശു ചത്തൂന്നും പറഞ്ഞ് ഓഫീസിൽ ചെന്ന് ശ്രേയെ അപമാനിച്ചിരിക്കുന്നു. ആ ദേ, എല്ലാത്തിനും കാരണക്കാരി ഇവൾ ഒറ്റൊരുത്തിയാ. ഇവള് പറയുന്ന അനുസരിച്ചാണല്ലോ ഇവളുടെ ബാലമാമയും ഭർത്താവും ഒക്കെ ചലിക്കുന്നത് പോലും. എന്തിനടി ചാരു ആരോ പശുവിന് വിഷം കൊടുത്തെന്ന് കള്ളക്കഥയുണ്ടാക്കിയത്? നീ തന്നെയല്ലേ പശുക്കൾ ചത്തു വീണെന്ന് ആദ്യം പറഞ്ഞു പരത്തിയത്? എന്നിട്ട് അച്ഛനെ ആകാശിനെ ഇളക്കി വിട്ട് ശ്രേയെ ഓഫീസിൽ വെച്ച് അപമാനിച്ചു അല്ലേ? പശുക്കള് ചത്തു വീണു എന്നുള്ളത് സത്യം തന്നെയാ ചേച്ചി. പക്ഷെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല.
മരുന്ന് ഫലിച്ചതാണോ അതോ ദേവി അനുഗ്രഹിച്ചതാണോ? പക്ഷെ എല്ലാ പശുക്കളും രക്ഷപ്പെട്ടു. നിർത്തണേ നിന്റെ കള്ളക്കഥ. എന്റെ ജീവിതത്തിൽ നഷ്ടം വരുത്തി വെക്കാൻ കിട്ടുന്ന ഒരവസരവും നീ ഇന്നോളം പാഴാക്കിയിട്ടില്ല. നിന്റെ സ്വപ്നങ്ങൾ ആദ്യം നീ തകർത്തു. ഇപ്പോ നീ ഇല്ലാതാക്കുന്നതേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയെടുത്ത ചീഫ് എഞ്ചിനീയർ എന്ന പദവിയോ. അങ്ങനെയൊന്നും ചിന്തിക്കില്ല ശ്രേയ. അപ്പോഴത്തെ ദേഷ്യത്തിന് ബാലമാമ ഓഫീസിലേക്ക് വന്നു എന്നല്ലാതെ അതിന് പ്രത്യേക ഒരു ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല.